എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് പുന്നയൂർക്കുളത്തുള്ള കമലാ സുരയ്യ സാംസ്കാരിക സമുച്ചയത്തിലേക്കാണ് കേട്ടോ. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ ബാല്യകാല സ്മരണകളിൽ നിറഞ്ഞു നിന്ന തറവാട് പുന്നയൂർക്കുളം നമുക്കിവിടെ വളരെ അടുത്താണ്. എന്നിട്ട് പോലും ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്. എന്തുകൊണ്ടോ ഇതിനു മുൻപൊക്കെ എനിക്ക് മിസ്സായി പോയി എന്ന് പറയാം. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ നടക്കാതിരിക്കുന്നു പറയില്ലേ, വളരെ അടുത്താണെങ്കിൽ പോലും. അങ്ങനെയാണത് ഇങ്ങനെ നീണ്ടു പോയത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നീർമാതളത്തിന്റെ ചില്ലയിലെ മഴത്തുള്ളികൾ ഇങ്ങനെ താഴെ വീണ് വൃത്തം വരയ്ക്കുന്നതൊക്കെ നോക്കി നിന്നു. അപ്പൊ എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. വായനയിലൂടെ സുപരിചിതമായ പലതും നമുക്ക് അവിടെ കാണാനുണ്ട് കേട്ടോ. ഇന്നും അതൊക്കെ ഉണ്ട്. സർപ്പക്കാവ്, അതുപോലെ നീർമാതളം, ഇലഞ്ഞി, കുളം എല്ലാം അതേപോലെ തന്നെ അവിടെ ഉണ്ട്. നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. അവിടെ ആ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നടന്ന ഡേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. 21/6/2016 അതിന്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. മലയാള സാംസ്കാരിക രംഗത്തെ സാഹിത്യ തറവാട് എന്നാണ് നാലാപ്പാട് തറവാട് അറിയപ്പെടുന്നത്. മാധവിക്കുട്ടിക്ക് ലഭിച്ച തറവാടിന്റെ ഓഹരിയായ 17 സെന്റ് സ്ഥലം കേരള സാഹിത്യ അക്കാദമിക്ക് നൽകി. അവിടെയാണ് ഈ സ്മാരകം ഉയർന്നിട്ടുള്ളത്. അവരുടെ ബഹുമതികളും ഉപയോഗിച്ചിരുന്ന പലതും ഒരുപാട് ഫോട്ടോസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴത്തെ റൂമിലുള്ളത് കുറെ ഫർണിച്ചറുകളും അതുപോലെ ആഭരണപ്പെട്ടി, മുണ്ടുപെട്ടി, അങ്ങനത്തെ മരത്തിന്റെ ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൽ തുടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഴ പെയ്യുന്നതിന്റെയും മയിൽ കരയുന്നതിന്റെയും പക്ഷികളുടെ ഒക്കെ ശബ്ദം മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ മാത്രമായിരുന്നു അതിനകത്ത്. എനിക്ക് ബാല്യകാല സ്മരണകളിലെ കുറെ വരികൾ ഇങ്ങനെ ഓർമ്മ വന്നു. നാലാപ്പാട്ടും പരിസരത്തും പല ജീവികളും ഞങ്ങളോടൊത്ത് ജീവിച്ചു എന്നുള്ള വരികളൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണ് ഈ പുന്നയൂർക്കുളത്തെ ഈ സാംസ്കാരിക സമുച്ചയം നിൽക്കുന്ന ഭാഗം. അതായത് നാലേപ്പാട്ട് തറവാടിന്റെ പരിസരമൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ വീടുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. എങ്കിലും ആ ഗ്രാമത്തിന്റെ ഭംഗി ഒട്ടും ചോർന്നു പോയിട്ടില്ല കേട്ടോ. ഇവിടെ ഇത്രയൊക്കെയാണ് കാണാനുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. കയറുന്നിടത്ത് തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിലൊരു കോഡ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ് ഉണ്ട്. ആ ഹാളില് കുറെ ഫോട്ടോസും ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ബാൽക്കണിയുടെ അവിടേക്കാണ് പോയത്. അതിനടുത്തുള്ള മൂവാണ്ടമ്മാവിൽ നിറയെ പഴുത്ത മാങ്ങകൾ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം നീർമാതളം, മലയാളത്തിന്റെ സ്വന്തം നീർമാതളം അല്ലെ. നീർമാതളം പൂത്ത് പൂക്കൾ താഴെ കിടന്നിരുന്നു കേട്ടോ. പുറത്ത് ചാറ്റൽ മഴ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു. സെക്കൻഡ് ഫ്ലോറിൽ ഇങ്ങനെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരുപാട് കോഡ്സ് ഒക്കെ ഉണ്ട്. ഭാവനയുടെ ലോകത്ത് എന്നോട് ചോദിക്കൂ സന്തോഷം എന്തെന്ന്, അതിന്റെ വില എന്തെന്ന്. മാധവിക്കുട്ടിയമ്മയുടെ ഫോട്ടോ, അത് കോഡ്സ് ഒക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് നമുക്ക് കാണാം. സൈഡിലുള്ള ആ കുളത്തിന്റെ അവിടേക്ക് ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്. അവിടേക്ക് ഞങ്ങൾ ഇറങ്ങി നിന്ന്, ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഈ പിരിയൻ ഗോവണിയൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഇതുപോലെ ഒരു റൂമുണ്ട്. ആലോചനയിൽ ഇനിയില്ല സംഗീതവും നൃത്തവും. എൻ്റെ മനസ്സൊരു പഴകിയ നാടകശാല. വിളക്കുകൾ എല്ലാം അണഞ്ഞത്. ഇവിടെ ഇങ്ങനെ പല പ്രമുഖരോടൊത്തുള്ള ഫോട്ടോസും നമുക്ക് വാളിൽ കാണാൻ പറ്റും.
ഇതെല്ലാം അവരുടേതായ ഓരോ കൃതികളാണ്. എല്ലാത്തിന്റെയും പേര് അവിടെ കാണാം. നമ്മൾ പലതും വായിച്ചിട്ടുള്ളതായിരിക്കും. മേലത്തെ ഫ്ലോറുകളിലാണ് ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അവിടെ ബാൽക്കണിയിലും ഒത്തിരി നേരം ഇരുന്നു. മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ അത്രയധികം സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് അവിടെ കണ്ട കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും കണ്ട് അങ്ങനെ അങ്ങോട്ട് ഇരിക്കാൻ തോന്നി. അവർ നടന്ന ആ വളപ്പും അവർ ജീവിച്ച വീടും ഒക്കെ അവിടെ തന്നെ ആയിരുന്നല്ലോ. ആ സ്മരണയിലാണ് ഞാനിങ്ങനെ ഓരോന്നും നോക്കി കണ്ടുകൊണ്ടിരുന്നത്. സദസ്സിനെ കയ്യിലെടുക്കുന്ന വാഗ്ധോരണി എന്നാണ് ആ ഫോട്ടോയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നാലപ്പാട്ട് ഓഡിറ്റോറിയം ആണുള്ളത്. അത് ലോക്ക്ഡ് ആണ്. അത് ആളുകൾക്ക് കോൺഫറൻസിനോ അങ്ങനെയൊക്കെ റെന്റിന് കൊടുക്കുന്നതാണ്. ആദ്യത്തെ ഫ്ലോറിൽ കണ്ടതുപോലത്തെ സെയിം ബാൽക്കണി തന്നെയാണ് ഇത്. കുറച്ചും കൂടി ഉയരത്തിലിരുന്നുകൊണ്ട് താഴെ സർപ്പക്കാവും അതുപോലെ നമ്മുടെ നീർമാതളവും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അവിടെയും കുറേ നേരം ഇരുന്നു. മഴ അപ്പോഴും തുറന്നിട്ടുണ്ടായിരുന്നില്ല. മയിലിന്റെ ഇങ്ങനെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരുന്നു കേട്ടോ. തൊട്ടടുത്ത വീടിന്റെ മുകളിലായിരുന്നു ആ മയിലുണ്ടായിരുന്നത്. എന്റെ കൂടെ ഇന്നുള്ളത് സൈറയാണ് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ. ഞാനുള്ള വീഡിയോ ഒക്കെ സൈറയാണ് എടുക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് വയലത്തൂരിന്ന് ആൽത്തറയിലേക്ക് ബസ്സിനാണ് പോയത്. ആൽത്തറയിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. നമുക്ക് വളരെ വളരെ അടുത്താണ് കേട്ടോ. നാലപ്പാട്ടെ പാമ്പുംകാവില് ഒരുപാട് വർഷങ്ങളായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന നീർമാതളത്തെ കുറിച്ചും അതിലെ വെണ്ണവർണ്ണമുള്ള പൂക്കളെ കുറിച്ചൊക്കെ വായിച്ചത് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഞങ്ങൾ കുറേ സമയം കുളപ്പടവിന്റെ അവിടെ ചെന്നു നിന്നു. സൈറ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒട്ടും തിരക്ക് കൂട്ടാതെ വളരെ സാവകാശമാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും നടന്ന് കണ്ടത്. ഇനിയും നമുക്ക് വീണ്ടും ഇവിടേക്ക് വരാൻ സാധിക്കട്ടെ. മനസ്സിൽ എന്തോ ഒരു വേദന പോലെ. പ്രണയമായിരുന്നില്ലേ നിനക്ക് എന്നോട്, പിന്നെ എന്തിനാണ് നീ എൻ്റെ ഹൃദയം പറിച്ചെടുത്തത്? ആ വരികളാണ് തിരിച്ചിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.